ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കി ഒളിവിലിരിക്കെ സഞ്ചരിച്ച കാർ കസ്റ്റഡിയിലെടുത്തു. കണ്ണൂരിൽ വെച്ച് അർജുൻ ആയങ്കി സഞ്ചരിച്ച കാറാണ് പിടികൂടിയത്. തളിപ്പറമ്പിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ഈ കാർ കണ്ടെത്തിയിട്ടുള്ളത്. അതിനിടയിൽ SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആയങ്കിയെ കുട്ടമ്പുഴ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുകയാണ്. അർജുൻ, ഒളിവിലായിരുന്ന സമയത്ത് കണ്ണൂർ ജില്ലയിൽ പല സ്ഥലങ്ങളിലും അർജുൻ ആയങ്കി സഞ്ചരിച്ചത് ഈ കാറിലല്ലേ? അങ്ങനെ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ കുട്ടമ്പുഴ പോലീസ് അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എറണാകുളത്തേക്ക് എപ്പോഴാണ് ആയങ്കിയെ എത്തിക്കുക അർജുൻ? ഷിഹാസ്, അതായത് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം, അതായത് തലശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അർജുൻ ആയങ്കിയെ ഹാജരാക്കിയതിന് ശേഷമാണ് അവിടെ കുട്ടമ്പുഴ പോലീസ് പ്രൊഡക്ഷൻ വാറന്റ് ഹാജരാക്കി അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം ഇവർ എറണാകുളത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി തന്നെ അർജുൻ ആയങ്കിയെ എറണാകുളത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. 11:30 ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത്. അതിനുശേഷമാണ് ഈ പ്രൊഡക്ഷൻ വാറന്റ് ഹാജരാക്കി കുട്ടമ്പുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതിനിടയിലാണ് ഒരു നിർണായകമായിട്ടുള്ള തെളിവ് നേരത്തെ ആഭ്യന്തരമന്ത്രിയെ ഭീഷണിപ്പെടുത്തിയ അല്ലെങ്കിൽ വെല്ലുവിളിച്ചുകൊണ്ട് അർജുൻ ആയങ്കി ഫേസ്ബുക്കിൽ സമൂഹ മാധ്യമത്തിൽ കുറിപ്പ് ഇട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂർ സൈബർ ക്രൈം പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ അന്വേഷണം നടക്കുകയാണ്. അതിനിടയിലാണ് അർജുൻ ആയങ്കി കണ്ണൂർ ജില്ലയിലെത്തി പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കഴിയുന്നതിനിടയിൽ അല്ലെങ്കിൽ ഒളിച്ചു കഴിയുന്നതിനിടയിൽ അർജുൻ സഞ്ചരിച്ചിട്ടുള്ള കാറ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. തളിപ്പറമ്പ്, അതായത് അർജുൻ ആയങ്കി ഒളിച്ച് താമസിച്ചതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. 5-ാം തീയതിയോടുകൂടി തന്നെ അർജുൻ കണ്ണൂരിലേക്ക് എത്തിയിരുന്നു. 6-ാം തീയതി അർജുൻ തളിപ്പറമ്പ് ഭാഗത്താണ് താമസിച്ചിരുന്നത്. അവിടെ ഒരു ഹോട്ടലിൽ മുറിയെടുത്തുകൊണ്ടാണ് താമസിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരുന്നു. അതിനിടയിലാണ് ആ ഭാഗത്തു നിന്ന് തന്നെ ഇപ്പോൾ ഈ കാർ കൂടി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അർജുൻ ആയങ്കിയെ തെളിവെടുപ്പിന് കൊണ്ടുപോയ സ്ഥലങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ്. മട്ടന്നൂറും ചാലോട് ഭാഗത്തേക്കൊക്കെ ഈ തെളിവെടുപ്പ് നടക്കുകയും ചെയ്തതാണ്. പക്ഷേ ആ ഭാഗത്തുൾപ്പെടെ ഈ കാറിലാണ് അർജുൻ ആയങ്കി സഞ്ചരിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ അർജുൻ ആയങ്കി സഞ്ചരിച്ച ഈ കാർ കൂടി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഈ കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു പോലീസിന് ലഭിച്ചത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ കാറ് ജിതിൻ എന്ന് പറയുന്ന കുട്ടനും പ്രണവ് എന്ന് പറയുന്ന അർജുൻ ആയങ്കിയുടെ ഒരു സുഹൃത്തുമാണ് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് എന്നുള്ള കാര്യം പോലീസ് കണ്ടെത്തിയിരുന്നു. പക്ഷേ പ്രണവിനെ ഇതുവരെയും കണ്ടെത്താനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യാനോ മൊഴി രേഖപ്പെടുത്താനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ജിതിൻ എന്ന് പറയുന്ന കുട്ടൻ എന്ന് പറയുന്ന അർജുൻ ആയങ്കിയുടെ സുഹൃത്ത് പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു. എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു തെളിവ് കൂടിയാണ് പോലീസിന് ഇപ്പോൾ ഈ കാർ കസ്റ്റഡിയിലെടുത്തതോടുകൂടി ലഭിച്ചത്. ശരി അർജുൻ കല്യാൺ.